ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ജലദോഷം പിടിച്ചിട്ടുണ്ട്, അതാണ് സൗണ്ട് മാറിയത് കേട്ടോ. നമ്മളൊരു ദിവസം 30-ാം തീയതി 29-നെങ്ങാണ്ട് നമ്മൾ ചുരത്തിൽ പോയിട്ടുണ്ടായിരുന്നു കാടമുട്ട കഴിക്കാൻ കേട്ടോ. അപ്പോൾ അവിടുന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു വിൻറ്റേജ് ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് കാർണിവൽ കണ്ടിട്ട് അവിടെ കയറിയതിന് നമ്മളൊരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്, 10-10:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ കാർണിവൽ എനിക്ക് കറങ്ങുന്നതിലൊക്കെ കയറാൻ നല്ല ഇഷ്ടം കേട്ടോ. പക്ഷേ എനിച്ചോനും അവനൊക്കെ പേടികൾക്കൊക്കെ തലകറക്കം വരും. എനിക്ക് പിന്നെ ഇങ്ങനത്തേലൊക്കെ എല്ലാത്തിലും കയറുന്ന ഇഷ്ടം കേട്ടോ. പക്ഷെ നമ്മളൊന്നിലും കയറില്ല, കാരണം ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ പാനിപ്പൂരിയും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിന്. പാനിപ്പൂരി പിന്നെ ഇവിടെ കണ്ടാലും നമ്മൾ വിടൂല, അത്ര ഇഷ്ടമാണ് പാനിപ്പൂരി. പിന്നെ എന്താ എല്ലാവരും ഛർദ്ദിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഐസ്ക്രീം ഒന്നും കൊള്ളൂലേനു കേട്ടോ. ഒന്നിനും ടെൻഡർ കോക്കനട്ട് വാങ്ങി ഒരു ടേസ്റ്റും ഇല്ലേനു. എന്തോ ഒരു ടേസ്റ്റ്. വാനിലക്കും എല്ലാത്തിനും സെയിം റേറ്റ് 50 രൂപ ഒന്നിന്. അപ്പോൾ തിരെ കൊള്ളൂലേനു. ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു. അതൊന്നും ഒരു ടേസ്റ്റും ഇല്ലേനു. അങ്ങനെ പാനിപ്പൂരി വാങ്ങി. പാനിപ്പൂരിൻ്റെ റേറ്റ് കണ്ട് ഞാൻ കണ്ണ് തള്ളി. 100 രൂപ. ഞാൻ ആദ്യം റേറ്റ് ചോദിക്കാനും വിട്ടുപോയി. ഇത് വാങ്ങിപ്പെട്ട് ടേസ്റ്റും ഇല്ല. എന്താ പറയുക, ഭയങ്കര കൊള്ള വില കേട്ടോ. പിന്നെ ലാസ്റ്റ് മുളക് ബജ്ജി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഒന്നിന് 40. പോലും പറഞ്ഞു അവിടെ ഭയങ്കര റെൻ്റാണ് അത്ര, അതുകൊണ്ടാണ് അത്ര റേറ്റ് എന്ന്. പിന്നെ അങ്ങനത്തെ കുറേ കുട്ടികൾക്കുള്ള കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബലൂൺ പൊട്ടിക്കൽ, മറ്റേ റിങ് എറിഞ്ഞ്, പിന്നെ നമ്മൾ ഹോർലിക്സും ബൂസ്റ്റൊക്കെ വെച്ചിട്ടൊക്കെ റിങ് എറിഞ്ഞ് കിട്ടുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ മുന്നേ ഉള്ള കളികൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം നന്നായിട്ട് അവൾക്ക് ഏറ്റവും കൂടുതൽ ഐസ്ക്രീം കിട്ടീന്. നന്നായിട്ട് മേലാക്കിയൊക്കെ ആകെ നാശകോശമാക്കീനും. ഇത് പറഞ്ഞൊരു ബോൾ ഇങ്ങനെ ഇതിലിട്ടിട്ട് ഇത്ര പോയിൻ്റ് ആയാൽ ആ പോയിൻറ്റിൻ്റെ നക്കുള്ള ഗിഫ്റ്റ് കിട്ടും. നമ്മൾ ഒരു പ്രാവശ്യം ആക്കിയതിന് ശേഷം നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഇതാണ് മറ്റേ എറിഞ്ഞിട്ട് ആ കപ്പെല്ലാം വീഴണം, എന്നാൽ സമ്മാനം കിട്ടും അത്. പിന്നെ ഇതിലൊന്നും ആഴുമില്ല കേട്ടോ. പിന്നെ ഗണ്ണിതാ ബലൂണ് 5 ബലൂണ് പൊട്ടിച്ചാൽ സമ്മാനം കിട്ടും. ഇതിൽ അനുവിനെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്. 3 പൊട്ടി, 2 പൊട്ടിയില്ല. അനു ഇതാക്കിയതും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര സന്തോഷമായി. കണ്ണ് ഇതാക്കിയിട്ട് അവരൊക്കെ പിടിച്ചു കൊടുത്ത് ഏതായാലും പൊട്ടി. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പോരുന്നതിന് മുന്നേ തന്നെ അവരിത് ക്ലോസാക്കി കറക്റ്റ് 11 മണിക്ക്. അതിന് ശേഷം വെച്ചുകൂടാന്ന് പറഞ്ഞു. ഏതായാലും നല്ല രസമുണ്ടായിരുന്നു. ഒരു പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു കേട്ടോ. നമ്മൾ താമരശ്ശേരി ഒരാവശ്യം ഉണ്ടായിരുമ്പോൾ പോയതാണ്. അപ്പോഴാണ് ഒരു പറഞ്ഞത് ഞങ്ങൾ ബൈക്കിലേന് പോയിനി. ഒരു ബിഷേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ചുരത്തിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ചുരത്തിൽ പോയി കാടമുട്ടയും ചായയൊക്കെ കഴിച്ച്. ചുരത്തിലെ കാടമുട്ടൻ്റെ ടേസ്റ്റ് എനിക്ക് വേറെ എവിടുന്നും കിട്ടിയിട്ടില്ല കേട്ടോ. വേറെ എവിടുന്ന് കഴിച്ചിട്ടും ആ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ചുരത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ കാടമുട്ട കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതായി നിർത്തിയിട്ട വണ്ടിയിൽ നമ്മൾ യാത്രനെ കയറ്റിയതാണ് കേട്ടോ. ഇതിന് 2 സ്റ്റിയറിംഗ് ഉണ്ട് കേട്ടോ. ഒരു വണ്ടിയിൽ 2 പിള്ളേർ ഇരിക്കുകയാണെങ്കിൽ 2 പേർക്കും ഓരോന്ന് അങ്ങനെ ഇതായിരിക്കും കേട്ടോ. തല്ല് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവളത് വെറുതെ തിരിച്ചുകൊണ്ടിരിക്കാൻ, ഫോട്ടോ എടുക്കാൻ നോക്കുന്നൊന്നുമില്ല.